കളിക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം, കളിക്കാരെ എങ്ങനെ കൊണ്ടുവരണം, തൻ്റെ ടീമിലേക്ക് എങ്ങനെ എടുക്കണമെന്നൊക്കെ വ്യക്തമായ ധാരണയുള്ള ഈ പെരസിനെ നമ്മൾ എന്ത് പറയാനാണ്. വെടക്കാക്കി തനിച്ചാക്കുക എന്ന് പറയും. ഒരു സിറ്റുവേഷനെ വളരെ വെടക്കാക്കിയിട്ട് തനിക്കാക്കുന്ന രീതിയിലേക്ക് താൻ കൊണ്ടുപോവുകയാണ്. ഏവർക്കും സ്പോട്ടോപ്പയിലേക്ക് സ്വാഗതം. എനിക്ക് ഇവിടെ പറയാനുള്ളത് പെരസ് നിങ്ങൾ എന്തു ഭാവിച്ചാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത്. ഇത് ശരിവെക്കുന്ന അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് പെരസിന്റെ ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പെരസ് നടത്തുന്ന റയൽ മാഡ്രിഡിലേക്ക് നടത്തുന്ന ട്രാൻസ്ഫറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ ചില പ്ലെയേഴ്സിനെ കലക്കവെള്ളത്തിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്ന പോലെയാണ് ഓരോ പ്ലെയേഴ്സിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് ഇപ്പോൾ അൽഫോൺസോ ഡേവിസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ, ഈ ഒരു ട്രാൻസ്ഫറിൽ പെസ് അദ്ദേഹത്തെ നോക്കുന്നതും അദ്ദേഹത്തെ വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ പിന്നീട് ഭയങ്കര രസമുള്ളൊരു കഥ ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുടെ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു കഥ എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ ഈ കഥ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം അൽഫോൺസോ ഡേവിസ് ബയൺ മ്യൂണിക്കിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിലെ പ്ലെയറാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബയൺ മ്യൂണിക്ക് 80 മില്യണാണ് അൽഫോൺസോ ഡേവിസിനെ സെല്ല് ചെയ്യാൻ നിന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് പെരസ് പോയിട്ട് ബയൺ മ്യൂണിക്കിലെ മാനേജേഴ്സിനോട് പോയി ചോദിക്കുന്നുണ്ട്, എനിക്ക് 50 മില്യണിന് ഡേവിസിനെ തരുമോ എന്നുള്ളത്. അപ്പം തന്നെ ബയൺ മ്യൂണിക്കിൻ്റെ മാനേജേഴ്സ് പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും പറ്റില്ല, ഞങ്ങൾ തരില്ല, ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ. അതിനുശേഷം പുള്ളിക്കാരൻ നേരെ പോയിട്ട് ഡേവിസിനോട് പോയിട്ട് നേരെ പറയാണ്, നിങ്ങൾ റയൽ മാഡ്രിഡിലേക്ക് ഇങ്ങോട്ട് പോയി, നമുക്ക് റയൽ മാഡ്രിഡിൽ വ്യക്തമായ പ്ലാനുകളും അതിൻ്റെ സാലറി സ്ട്രക്ചറുകളും എങ്ങനെയാണ് അവിടുത്തെ ഫിലോസഫികളും കാര്യങ്ങളൊക്കെ ഡേവിസിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഡേവിസ് ഈ കാര്യങ്ങളിലൊക്കെ തൃപ്തി ആവുകയാണ്. അദ്ദേഹം റയലായിട്ട് ചേരാം എന്നുള്ള രീതിയിലൊരു കരാറ് പെരസുമായിട്ട് വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും മറ്റുള്ള ക്ലബ്ബുകളോടൊക്കെ ഡേവിസിനെ സെല്ല് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഡേവിസ് പറയുകയാണ്, എനിക്ക് ഇനി പോകാൻ താല്പര്യമില്ല, എനിക്ക് റയലിനോട് പോകാനാണ് താല്പര്യം എന്നുള്ളത്. അങ്ങനെ ഡേവിസിനെ സെല്ല് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് നടത്താൻ ബയൺ മ്യൂണിക്കിന്റെ പ്രസിഡൻസിനോ മാനേജേഴ്സിനോ ഒന്നും കഴിയുന്നില്ല. അവിടെ അവർ അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പലാവുകയാണ്. ഇവിടെയാണ് പെരസിന്റെ ബുദ്ധി. വീണ്ടും പെരസ് പോയിട്ട് വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്ക് 30 മില്യൺ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോളാം, ഡേവിസിനെ വാങ്ങിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശരിക്ക് 50 മില്യൺ പറഞ്ഞൊരു പ്ലെയറിനെ വളരെ 30 മില്യൺ കൊടുത്തുകൊണ്ടെങ്കിലും സെല്ല് ചെയ്യാൻ ആര് നോക്കുകയാണ്? ബയൺ മ്യൂണിക്ക് നിർബന്ധിതരാവുകയാണ്. അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും വലിയ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലെയേഴ്സിനൊക്കെ പെരസ് ടാർഗറ്റ് ചെയ്യുന്നത് 2025, അതായത് ഒരു വർഷം മാത്രം കരാർ അവസാനിക്കുന്ന പ്ലെയേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബയൺ മ്യൂണിക്കിന് എന്ത് പ്രശ്നം വന്നു? കൂടുതൽ കാലം കളിപ്പിക്കാൻ പറ്റില്ല, കാരണം ഒരു വർഷം കൂടി കളിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് എന്ത് വേണം? അദ്ദേഹത്തിന് വലിയൊരു തുക ബയൺ മ്യൂണിക്കിന് കൈപ്പറ്റുകയും വേണം. എന്നാൽ മാത്രമേ ഈ പ്ലെയേഴ്സിന്റെ ഡീലിങ്ങിൽ വലിയൊരു ബിസിനസ് ലാഭം ബയൺ മ്യൂണിക്കിന് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർ എന്ത് ചെയ്യണം? ഇവർക്ക് എന്ത് അബദ്ധം പറ്റുകയാണ്? ഇവർ അബദ്ധം പിണഞ്ഞു എന്ന് മനസ്സിലാക്കണം. കാരണം ഇവനെ കൊണ്ട് വേറൊരു ക്ലബിലേക്ക് വിൽക്കാനും പറ്റില്ല. പക്ഷെ എന്താണ്, റയൽ മാഡ്രിഡ് വിൽക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ടിനെ കൊടുക്കാനും പറ്റുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് ബയൺ മ്യൂണിക്ക് എത്തുകയാണ്. അതല്ലെങ്കിൽ അടുത്ത വർഷം 2025 ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോവുകയും വേണം. ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നഷ്ടമായിട്ട് മാറുകയും ചെയ്യും. ഇതിനി അങ്ങനെ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോയാലും ആരിലേക്കാണ് പോവുക? റയൽ മാഡ്രിഡിലേക്കാണ് പോവുക. ഇത് എക്സാക്റ്റ് നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. എംബാപ്പയുടെ കേസിൽ നമ്മൾ ഇത് കണ്ടു. ഇനി കാണാൻ പോകുന്ന അടുത്തൊരു പ്ലെയർ എന്ന് പറയുന്നത് ലില്ലിയുടെ ലെനിയോറയാണ്. ലെനിയോറയുടെ കേസിലും ഇതേ സെയിം സ്ട്രാറ്റജിയാണ് അവർ നടപ്പിലാക്കാൻ പോകുന്നത്. 2025 അദ്ദേഹത്തിന്റെ കരാർ തീരും. ഇതേ സെയിം സ്ഥാനം പോയിട്ട് പെരസ് പോയിട്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. 60 മില്യണൊക്കെ പ്രത്യേകിച്ച് ലില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇതേപോലെ വളരെ തുച്ഛമായ ഒരു എമൗണ്ടിനൊക്കെ അദ്ദേഹത്തെയും തൂക്കി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പെരസിന്റെ ഈ ബിസിനസ് സ്ട്രാറ്റജിയും ബിസിനസ് ബുദ്ധിയും ഒക്കെ കളിക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം, കളിക്കാരെ എങ്ങനെ കൊണ്ടുവരണം, തൻ്റെ ടീമിലേക്ക് എങ്ങനെ എടുക്കണമെന്നൊക്കെ വ്യക്തമായ ധാരണയുള്ള ഈ പെരസിനെ നമ്മൾ എന്ത് പറയാനാണ്. വെടക്കാക്കി തനിച്ചാക്കുക എന്ന് പറയും. ഒരു സിറ്റുവേഷനെ വളരെ വെടക്കാക്കിയിട്ട് തനിക്കാക്കുന്ന രീതിയിലേക്ക് താൻ കൊണ്ടുപോവുകയാണ് പെരസ്. അപ്പോൾ ഈ പെരസിന്റെ ഈ ബുദ്ധിയും ഈ ഒരു
കൂർമ്മതയൊക്കെ ഉണ്ടല്ലോ, ബുദ്ധി കൂർമ്മതയൊക്കെ, അതൊക്കെ നമുക്ക് എടുത്ത് പറഞ്ഞേ മതിയാവും. കാരണം അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് കൂടിയാണ് പെരസ്. നമ്മൾക്ക് എത്ര എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് പ്ലെയേഴ്സിനെ തൻ്റെ തട്ടകത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ സ്ക്വാഡൊന്നും നിങ്ങൾ എടുത്ത് നോക്കുക, എത്ര പറഞ്ഞാലും മതി വരാത്ത എത്രയോ പ്ലെയേഴ്സ് ഉണ്ട്. ബ്രഹീം ഡയാസ്, വിനീഷ്യസ്, റോഡ്രിഗോ, അർദ്ര ഗൂളർ, തുച്ചമേനി, കാമവിംഗ, വാൽവഡെ, ഇനിയിപ്പോൾ തന്നെ ലെനിയൂറോ വരാൻ നിൽക്കുന്നു, ഡേവിസ് വരാൻ നിൽക്കുന്നു, മിലിട്ടാവ് ഉണ്ട് ആ സ്ക്വാഡിൽ, ലുനിൻ ഉണ്ട് ആ സ്ക്വാഡിൽ. അങ്ങനെ എത്ര പ്ലെയേഴ്സിനെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അത് ഓൾറെഡി എൻട്രിക്ക് ഉണ്ട്. അങ്ങനെ എത്ര പ്ലെയേഴ്സാണ്. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളിത് എന്ത് ഭാവിച്ചാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പെരസിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻസ് ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.